അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1491. സൂറത്തുൽ ഇസ്രാ 26 മുതൽ 30 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا وإما تعرضن عنهم ابتغاء رحمة من ربك ترجوها فقل لهم قولا ميسورا ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط فتقعد ملوما محسورا إن ربك يبسط الرزق لمن يشاء ويقدر إنه كان بعباده خبيرا بصيرا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وآت ذا القربى കുടുംബക്കാർക്ക് അങ്ങ് നൽകണം ഹഖഹു അവരുടെ അവകാശത്തെ. വൽ മിസ്കീന സാധുക്കൾക്കും വബിന സബീലി യാത്രക്കാർക്കും അവരുടെ അവകാശം നൽകണം. വലാ തുബസ്സിർ തബ്സീറ ദുർവ്യയം ചെയ്യരുത്. ഇന്നൽ മുബസ്സിരീന കാരണം ദുർവ്യയം ചെയ്യുന്നവർ കാനു ഇഖ്വാന ശയാത്തീൻ പിശാചുക്കളുടെ സഹോദരന്മാരായിരിക്കുന്നു. വക്കാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ പിശാചാവട്ടെ തന്റെ നാഥനെ നിഷേധിക്കുന്നവനും ആയിരിക്കുന്നു. വഇമ്മാ തുഅരിളന്ന അൻഹും ഈ പറഞ്ഞ ആളുകളെ തൊട്ട് കുടുംബങ്ങൾ, അതേപോലെ തന്നെ മിസ്കീൻ യാത്രക്കാർ, ഇവരെ തൊട്ട് അങ്ങ് തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഇബ്തിഗാ റഹ്മത്തിൻ മിർ റബ്ബിക തങ്ങളുടെ നാഥനിൽ നിന്നുള്ള അനുഗ്രഹം തേടിക്കൊണ്ട് തർജൂഹ ആ അനുഗ്രഹത്തെ തങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള അനുഗ്രഹം തേടിക്കൊണ്ട് അവരിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ ഫഖുല്ലഹും അപ്പോൾ അവരോട് അങ്ങ് പറയണം ഖൗലം മൈസൂറ മയത്തിലുള്ള നല്ല വർത്തമാനം പറയണം. എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ കയ്യിലൊന്നുമില്ല, എന്നാൽ അവരിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പകളൊന്നുമില്ല, എന്തെങ്കിലും ലഭിക്കുമ്പോൾ തരാമെന്നൊരു നല്ല അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു വാഗ്ദാനം നൽകണം എന്നർത്ഥം. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക തങ്ങൾ അവിടുത്തെ കയ്യിനെ പെരടിയിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ടതാക്കരുത്. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്തി ആ കയ്യിനെ പൂർണ്ണമായി വിശാലമാക്കുകയും ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ പിശുക്ക് കാണിച്ച് ഒന്നും കൊടുക്കാതിരിക്കുകയോ കയ്യിലുള്ളതെല്ലാം തത്വദീക്ഷയില്ലാതെ വാരി വിതറുകയോ ചെയ്യരുത്. ഫതഖഉദ മലൂമൻ മഹ്സൂറ അങ്ങനെ ചെയ്താൽ അങ്ങ് ആക്ഷേപാർഹനും അതേപോലെ നഷ്ടബോധമുള്ളവരുമായി ഇരിക്കേണ്ടി വരും. ഇന്ന റബ്ബക യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖദിർ നിശ്ചയം അങ്ങയുടെ നാഥനായ അല്ലാഹു ഭക്ഷണം അവനുദ്ദേശിക്കുന്നവർക്ക് വിശാലമാക്കുകയും, ഭക്ഷണം മാത്രമല്ല ഉപജീവനങ്ങളെല്ലാം അവനുദ്ദേശിക്കുന്നവർക്ക് വിശാലമാക്കുകയും അവരുദ്ദേശിക്കുന്നവർക്ക് കുടുസാക്കുകയും ചെയ്യും. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ നിശ്ചയം അവൻ തന്റെ അടിമകളെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനും അവരുടെ അവസ്ഥകൾ കാണുന്നവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. ഇവ കഴിഞ്ഞ 2 സൂക്തങ്ങളിലൂടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്നതിന്റെ പ്രാധാന്യവും അതിന്റെ അനിവാര്യതയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെ തുടർന്ന് മാതാപിതാക്കളല്ലാത്ത മറ്റു കുടുംബക്കാരോടുള്ള കടമകളും ബാധ്യതകളും പാലിക്കണം എന്ന് ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയാണ്. അതാണ് തഫ്സീർ ജമലിൽ കാണാം ലമ്മാ ദക്കറ ബയാന ഹഖ്ഖിൽ വാലിദൈനി മാതാപിതാക്കളുടെ അവകാശത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ ദക്കറ ബയാന ഹഖ്ഖിൽ അഖാരിബി ഗൈരിഹിമ മാതാപിതാക്കളല്ലാത്ത മറ്റു കുടുംബക്കാരുടെ അവകാശത്തെക്കുറിച്ച് അല്ലാഹു തആല ഉണർത്തി. കാരണം ഇസ്ലാം സമ്പൂർണമായിട്ടുള്ളൊരു ജീവിത പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ സർവതല സ്പർശിയായിട്ടുള്ള ഉത്ബോധനങ്ങളും ഉപദേശങ്ങളുമായിരിക്കും
വിശുദ്ധ ഖുർആനിന്റേതായിട്ടുള്ള ഒരു ശൈലി, ഹദീസിന്റെ ശൈലിയും അങ്ങനെ തന്നെ. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കൾക്ക് മാത്രമല്ല കുടുംബങ്ങൾക്കും ഗുണം ചെയ്തു കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ മാതാപിതാക്കളിലും കുടുംബങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല നമ്മുടേതായിട്ടുള്ള നിലപാടുകൾ, മറിച്ച് വൽ മിസ്കീന, സാധുവിനും വബിനസ്സബീലി, യാത്രക്കാർക്കും അവരുടെ അവകാശം നൽകണം എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം ചേർക്കുക, അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്യുക എന്ന പുണ്യം അത് നമ്മൾ ആവർത്തിക്കണം എന്നതോടൊപ്പം തന്നെ നമ്മുടെ പരിസരത്തുള്ള മറ്റു ആവശ്യക്കാരെയും അതുപോലെ തന്നെ സാധുക്കളെയും ഒക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്, അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കണമെന്ന് അല്ലാഹു തആല തുടർന്നു പറഞ്ഞു. അതോടൊപ്പം ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന ബാധ്യത നിർവഹിച്ചു കഴിഞ്ഞാൽ മറ്റു കുടുംബങ്ങളും ആ കുടുംബത്തിലെ തന്നെ ഏറ്റവും അടുപ്പുള്ളവർ അങ്ങനെ അങ്ങ് ഒരു പ്രയോറിറ്റി നൽകിയിട്ട് വേണം ആ വിഷയത്തിൽ ഇടപെടണം. അതോടൊപ്പം സാധുക്കളുടെയും അതുപോലെ തന്നെ യാത്രക്കാരുടെയും ഒക്കെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങളും നടത്തണം. ഈ ഉപദേശം വാസ്തവത്തിൽ ഒരു സർവതല സ്പർശിയായിട്ടുള്ള ഒരു ഉപദേശമാണ് എന്ന് നമുക്ക് കാണാം. കാരണം മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാർക്കൊന്നും അത്യാവശ്യം ഉണ്ടാവില്ല എന്ന് വരാം, അതേസമയത്ത് പരിസരത്ത് സാധുക്കളും ഉണ്ടാകും. അതുപോലെ യാത്രക്കാരെന്ന് പറയുന്നത് അത് നാട്ടിലൊരു പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടായേക്കാം. എന്നാൽ ആ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ളവനും ചിലപ്പോൾ യാത്രയിൽ അങ്ങ് ഫക്കീറായി പോകും. കയ്യിലുണ്ടായിരുന്ന ക്യാഷൊക്കെ പോക്കറ്റ് അടിച്ചു പോയി എന്ന് സങ്കല്പിച്ചോളൂ. അങ്ങനെ അദ്ദേഹത്തിന് നാട്ടിലേക്ക് എത്താൻ പോലും നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലൊക്കെ ചിലപ്പോൾ ചെന്നുപെടാം. അങ്ങനെ ചെന്നുപെടുന്ന ആളുകൾ ഒരു പക്ഷേ നമ്മളോട് സഹായം ചോദിക്കാം. ഇനി അഭിമാനം പോകുന്നതോർത്ത് സഹായം ചോദിക്കാതെ ഒരു ഒയലിച്ചയിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. എങ്കിൽ അത്തരക്കാരെ കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള സന്മനസ്സും അതേപോലെ തന്നെ ഉത്തരവാദിത്വവും നമ്മൾ കാണിക്കണം. നോക്കൂ, ബഹുമാനപ്പെട്ട ഇസ്ലാം എത്ര സൂക്ഷ്മമായാണ് ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതെന്ന് നോക്കൂ. സാധുക്കളായിട്ടുള്ള മനുഷ്യന്മാരുടെ അവരുടെ ഉന്നമനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പക്ഷെ പുറത്തുള്ള സാധുക്കളെ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് അവനവന്റെ കുടുംബത്തിലെ സാധുക്കളെ, കുടുംബത്തിലെ ആവശ്യക്കാരെ പ്രത്യേകം പരിഗണിക്കണം എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ചിലരുണ്ട് നാട്ടിൽ വലിയ ധനാഢ്യന്മാരായി അല്ലെങ്കിൽ വലിയ ധർമ്മിഷ്ഠന്മാരായി ഒക്കെ അറിയപ്പെടും. കുടുംബത്തിലുള്ള സാധുക്കൾക്ക് 5 കാശിന്റെ ഉപകാരം ചെയ്യില്ല. കാരണം അവർക്ക് വല്ലതും കൊടുത്താൽ പേര് കിട്ടില്ല. അതേസമയത്ത് നാട്ടിൽ കുറച്ച് പണം വെതറിയാൽ അതൊരു വലിയ പോപ്പുലാരിറ്റിയുടെ ഭാഗമായിട്ട് മാറും. വാസ്തവത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് പരലോകത്ത് കൂലിയൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ലോകമാന്യം എന്ന കടുത്ത ദുസ്വഭാവം കാത്തുസൂക്ഷിച്ചതിന്റെ പേരിൽ കടുത്ത ശിക്ഷയ്ക്ക് തന്നെ അർഹരാകുന്ന ദുരവസ്ഥയാണ് ഉണ്ടാവുക എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കുടുംബത്തിലെ ആവശ്യക്കാരെയാണ് ഏറ്റവും ആദ്യമായി നമ്മൾ പരിഗണിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ അയൽക്കാരിലും അതേപോലെ തന്നെ നാട്ടിലുള്ള സാധുക്കളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതോടൊപ്പം യാത്രക്കാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ യാദൃശികമായിട്ട് ദരിദ്രനായി പോകുന്ന അത്യാവശ്യക്കാരനായി പോകുന്ന ആളുകൾ വരെ ആ കൂട്ടത്തിലുണ്ടാകും. എന്തായാലും അവരെ ഒക്കെ സഹായിക്കണം. അവർക്കൊക്കെ അവരുടെ അവകാശം കൊടുക്കച്ചാൽ അവരുടെ ജീവിതത്തിൽ അനിവാര്യമായി അവർക്ക് വരുന്ന അത്യാവശ്യങ്ങളുണ്ടാകും. ആ അത്യാവശ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ചെയ്യണം. എന്താണ് അവിടെ പറയുന്നതിന്റെ ഒരു ഉദ്ദേശം? അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ, യാത്രക്കാരാണെങ്കിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിനും അതേപോലെ തന്നെ യാത്രാ ചെലവിനും വണ്ടിക്കൂലിക്കൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. നാട്ടിലുള്ള സാധുക്കളും അതേപോലെ വിഷമിക്കുന്നവരും ഒക്കെ ആണെങ്കിലോ അവരുടെ ജീവിതം, അവരെ ആശ്രിതരായിട്ടുള്ള ആളുകളുടെ ജീവിതം അതൊക്കെ ഒന്ന് കരുപ്പിടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും ചെയ്തു കൊടുക്കുന്ന രീതി സ്വീകരിക്കണം എന്നാണ് അവരുടെ അവകാശം നൽകണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് കാണാം. അപ്പോ എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞതാണ് വലാ തുബസ്സിർ തബ്സീറ, അങ്ങ് ദുർവ്യയം ചെയ്യരുത്, വല്ലാത്ത ദുർവ്യയം ചെയ്യരുത്. ദുർവ്യയം എന്ന് പറഞ്ഞാൽ എന്താ? വ്യയം ചെയ്യുക, ചെലവാക്കുക, അത് ആവശ്യമാണ്. എന്നാൽ ദുർവ്യയം എന്ന് പറയുന്നത് എന്താ? ദുർവ്യയം എന്ന് പറയുന്നത് അനാവശ്യ ചെലവാണ്. അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കരുത്
എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത്. എന്നിട്ട് ഖുർആൻ കാരണം പറഞ്ഞെന്താ, ഇന്നൽ മുബദ്ദിരീന, അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കുന്നവർ, കാനൂ ഇഖ്വാന ശയാത്തീൻ, അവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. വക്കാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ, പിശാചാവട്ടെ അവന്റെ നാഥനോട് നന്ദികേട് കാണിച്ചിട്ടുള്ള ദുഷ്ടശക്തിയുമാണ്. അവ പിശാചിന്റെ കൂട്ടാളികളാവുക എന്നത് വാസ്തവത്തിൽ ഒരു ആത്മാഭിമാനമുള്ള ഒരാളും ഇഷ്ടപ്പെടുന്ന ഒരു ശൈലിയല്ല. എങ്കിൽ പിശാചിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ പിശാചിന്റെ സഹോദരങ്ങളായി മാറും. അപ്പൊ ആ പിശാചിന്റെ സഹോദരനായി മാറുക എന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോകുന്ന സംഗതിയാണ് ദുർവ്യയം ചെയ്യുക എന്ന് പറയുന്നത്. എന്താണ് ഈ ദുർവ്യയം എന്ന് പറഞ്ഞാൽ? പണം ചെലവാക്കുക, കുറേ പൈസ ചെലവാക്കുക എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. മറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വത്തബ്ദീറു, ഇവിടെ ഈ ദുർവ്യയം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫാഖുൽ മാലി ഫീ ഗൈരി ഹഖ്ഖിഹി, ധനം അതിന്റെ അവകാശത്തിലല്ലാതെ ചെലവാക്കുക, ചെലവാക്കേണ്ടിടത്തല്ലാതെ ചെലവാക്കുക. വല തബ്ദീറ ഫീ അമലിൽ ഖൈരി, നല്ല കാര്യങ്ങളിൽ ചെലവാക്കുന്നതിൽ ദുർവ്യയം എന്നൊരു സംഗതിയില്ല. വഹാദാ ഖൗലുൽ ജംഹൂരി, ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. ചെലവാക്കേണ്ട സ്ഥലത്തല്ലാതെ ചെലവാക്കലാണ് തബ്ദീർ എന്ന് പറഞ്ഞപ്പോ അതെന്താണ്? അത് അള്ളാഹുവിന്റെ അനുസരണത്തിലല്ലാതെ പടച്ച തമ്പുരാന്റെ കുറ്റമാകുന്ന വിധത്തിൽ, അള്ളാഹിനോട് കുറ്റം ചെയ്യുന്ന വിധത്തിലുള്ള സംഗതികൾക്ക് കൊണ്ട് ചെലവാക്കുക, അതാണെന്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഒരു കുറ്റകരമായ സംഗതിക്ക്, ഒരു തെറ്റായ കാര്യത്തിന് ഒരു ചെറിയ വിഹിതം ചെലവാക്കുന്നത് പോലും ദുർവ്യയം എന്നതിന്റെ പരിധിയിലാണ് വരിക. അതൊരുപാട് സംഖ്യയൊന്നുമില്ല, എന്നാലും അതെന്തന്നെയാണ് തബ്ദീർ എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽ വരും എന്നതാണ് പണ്ഡിതന്മാരിവിടെ മൊത്തത്തിൽ വിശദീകരിക്കുന്ന ഒരു ആശയം എന്നത് നമ്മൾ കൃത്യമായി ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞത്? ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വഖാല മുജാഹിദുൻ, വഖാല ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തബ്ദീറു അൽ ഇൻഫാഖു ഫീ ഗൈരി ഹഖ്ഖിൻ, ശരിയായ വഴിയിലല്ലാതെ ചെലവാക്കലാണ് തബ്ദീർ, ദുർവ്യയം. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അൻഫഖ ഇൻസാനുൻ മാലഹു കുല്ലഹു ഫിൽ ഹഖ്ഖി, സത്യപരമായിട്ടുള്ള സംഗതിയിൽ ശരിയായ മാർഗത്തിൽ ഒരാൾ അവന്റെ സമ്പത്ത് മുഴുവനും ചെലവാക്കിയാലുള്ള മുബദ്ദിറാൻ, അവൻ ദുർവ്യയം ചെയ്തവനെന്ന് അവനെ കുറിച്ച് പറയില്ല. അതേസമയത്ത് വലു അൻഫഖ മുദ്ദൻ ഫി ഗൈരി ഹഖ്ഖിഹി, ശരിയല്ലാത്തതിൽ ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വിഹിതം ചെലവാക്കിയാൽ പോലും കാന തബ്ദീറാൻ, ആ ചെലവാക്കുന്ന തബ്ദീറാകും. അതുകൊണ്ട് തന്നെ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം ഇങ്ങനെയാണ്, അത്തബ്ദീറു അന്നഫഖതു ഫി മഅസിയത്തില്ലാഹി തആല വഫി ഗൈരിൽ ഹഖ് വഫിൽ ഫസാദി. കണ്ടോ, തബ്ദീർ എന്ന് പറഞ്ഞാൽ കുറ്റകരമായ സംഗതിയിൽ ചെലവാക്കുക, ശരിയല്ലാത്തതിൽ ചെലവാക്കുക, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പണം ചെലവാക്കുക. ഇത് എത്ര ചെറുതാണെങ്കിലും എന്താവും, അത് കുറ്റകരമായിട്ടുള്ള സംഗതിയാകും, അത് ദുർവ്യയം എന്നതിന്റെ പരിധിയിലും വരും എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു, എന്ത്, വഇമ്മാ തുഇൽ അൻഹും, അപ്പൊ നേരത്തെ പറയപ്പെട്ടവരെ തൊട്ട് തങ്ങൾ പിന്തിരിഞ്ഞാൽ, നേരത്തെ പറയപ്പെട്ടതാരാ? ഒന്ന് കുടുംബക്കാര്, മറ്റൊന്ന് മിസ്കീന്മാര്, വേറൊന്ന് യാത്രക്കാര്. ഇവരെ തൊട്ട് തങ്ങൾ പിന്തിരിഞ്ഞാൽ, അതായത് കൊടുക്കണില്ല അവർക്കൊന്നും. എന്താ കൊടുക്കാണ്ടിരിക്കാൻ കാരണം? ഇബ്തിഗാ റഹ്മത്തിൻ മിർ റബ്ബിക തർജൂഹ, തങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഒരു അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട്, ആ അനുഗ്രഹം കിട്ടാൻ കാത്തിരുന്നുകൊണ്ട് തങ്ങൾ പിന്തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരാൾ വന്നിട്ട് എന്തോ ഒരു സഹായം ആവശ്യപ്പെട്ടു, പക്ഷെ അത് കൊടുക്കാൻ തങ്ങളുടെ കയ്യിലില്ല. അപ്പൊ തങ്ങൾ അവരോടൊന്നും പറയാതെ തൽക്കാലം അവരുടെ മുന്നിൽ നിന്ന് എസ്കേപ്പ് ആകുന്ന ഒരു ശൈലി സ്വീകരിക്കാറുണ്ടായിരുന്നു പണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നബിയെ, തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതെ അവർക്കൊന്നും കൊടുക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ തങ്ങളൊന്നും മിണ്ടാതെ അവരുടെ അടുത്തുനിന്ന് പോരലല്ല ശരി, മറിച്ച് അള്ളാഹുവിൽ നിന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും അനുഗ്രഹം വന്നു ചേർന്നാൽ അതവർക്ക് നൽകാമെന്ന കണക്കൂട്ടലോടുകൂടെ അവരുടെ അടുത്തുനിന്ന് തങ്ങൾ പിന്തിരിയുമ്പോൾ ഫഖുല്ലഹും ഖൗലൻ മൈസൂറ,
അവരോട് വളരെ എളുപ്പമുള്ള നല്ല മയത്തിലുള്ളൊരു വാക്ക് പറയണം. എന്താണ് ആ വാക്ക്? എന്റെ അടുത്ത് ഇപ്പോൾ സംഗതികളൊന്നുമില്ല, ഫണ്ടൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഫണ്ട് വരുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളുടെ കാര്യം പരിഗണിക്കാം. അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഫണ്ടൊക്കെ തീർന്നുപോയി, ഇനിയിപ്പോ പൈസ ഒന്നുമില്ല, അതുകൊണ്ട് ഇനി പണം വരുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളുടെ കാര്യം പരിഗണിക്കാം. ഇങ്ങനെയൊക്കെയുള്ള നല്ല വാക്ക് പറയുക കൂടി വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്ത, തങ്ങളുടെ ഒരു സ്വഭാവം തന്നെ എന്താണ്, ചോദിച്ചു വരുന്ന ഒരാളെയും മുത്തനബി മടക്കൂലെന്നല്ലേ. അപ്പൊ മടക്കാത്ത റസൂലുള്ളാഹിക്ക് ചിലപ്പോ ചോദിച്ചു വരുന്ന സമയത്ത് തങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും വല്ലാത്ത വിഷമം വരും. പഠിച്ചോനെ ഞാൻ എന്താണ് ആ സാധുക്കളോട് പറയാന്നുള്ള ആ ഒരു വിഷമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാറും. അപ്പൊ തങ്ങളെ പ്രതീക്ഷിച്ചു വന്ന ആളുകൾക്ക് ഒന്നും അതിനൊരു മറുപടി പോലും കിട്ടാതെ വരുമ്പോ അവരുടെ മനസ്സ് വേദനിക്കും. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേറെ വലിയ വിഷമത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവരിൽ നിന്ന് പിന്തിരിയുന്നത്. അപ്പൊ അതുകൊണ്ട് കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക, കയ്യിലില്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞിട്ട് വേണം അവരെ തിരിച്ചയക്കാൻ. ഒന്നും പറയാതെ അവരെ തിരിച്ചയക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് പ്രതികരണമില്ലാതിരിക്കുമ്പോൾ അവർക്ക് വിഷമം വരും എന്ന് അല്ലാഹു തആല അറിയിച്ചു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞതിന്റെ അർത്ഥം തങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഒരു അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് തങ്ങൾ അവരുടെ അടുത്തുനിന്ന് പിന്തിരിയുകയാണെങ്കിൽ ഫഖുല്ലഹും ഖൗലൻ മൈസൂറ, വളരെ എളുപ്പമുള്ളൊരു വാക്ക് അവരോട് പറഞ്ഞിട്ട് വേണം തങ്ങൾ പോകാൻ എന്ന് അല്ലാഹു കൽപ്പിച്ചതിന്റെ അർത്ഥം എന്താ? ലാ തഖത റജാ അൽ ഫഖീരി മിൻക, തങ്ങളിലേക്ക് ആവശ്യക്കാരനായി വരുന്ന ആളുകളുടെ പ്രതീക്ഷ തങ്ങൾ നഷ്ടപ്പെടുത്തണ്ട. ബൽ ഇമ്മാൻ ചോദിച്ചഹു ഇൻകാനമാക്ക ഷൈഉൻ, എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഔ തറുദ്ദഹു ബിലുതുഫിൻ, അല്ലെങ്കിൽ വളരെ മാന്യമായ മയത്തോടുകൂടെ ഒരു വാക്ക് പറഞ്ഞ് തിരിച്ചയക്കുക. കമാ കാന മിൻ ഖുലുഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം അങ്ങനെ തന്നെയായിരുന്നു. ഫകാന ഇദാ സുഇല അത ഔ വഅദ ബിൽ അതാഇ, ഒന്നുകിൽ തങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ പിന്നെ തരാട്ടോ ഒപ്പ കയ്യിലില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യും. അപ്പൊ പിന്നെ തരാമെന്ന വാഗ്ദാനം കൊടുത്തിരുന്നില്ല ആദ്യം. കാരണം അവരോട് എന്താ പറയാ, കയ്യിൽ കാശൊന്നുമില്ലല്ലോ എന്ന മനോവേദനയിലായിരുന്നു മുത്തനബി നിൽക്കുക. അപ്പോ മനോവേദന ഉണ്ടാകുമ്പോൾ തന്നെ എന്തു വേണം, അവരോട് ഒന്ന് അവരെ ആശ്വസിപ്പിച്ച് തിരിച്ചയക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ പറയുന്ന തങ്ങളോടാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പകർത്താനുള്ള കൽപ്പനയുടെ ഭാഗം തന്നെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുന്നു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, തങ്ങൾ തങ്ങളുടെ കയ്യിനെ പെരടിയിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട അവസ്ഥയിലാക്കരുത്. പെരടിയിലേക്ക് കെട്ടിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ പിശുക്കിനെ ആലങ്കാരികമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വർണ്ണിച്ചതാണ്. ഒരാൾ കൈ ഇങ്ങനെ പെരടിയിലേക്ക് പിടിച്ച് ചെങ്ങലയിൽ കെട്ടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വന്ന് ചോദിച്ചപ്പോ കൈ ഇങ്ങനെ കെട്ടിക്കല്ലേ പിന്നെ എങ്ങനെ തരിക എന്ന് ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കുന്ന ഒരു ശൈലിയെ എന്ത് ചെയ്തതാണ്, ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ പെരടിയിലേക്ക് കൈ ബന്ധിപ്പിക്കപ്പെട്ട അവസ്ഥയിലാക്കരുത് തങ്ങൾ കയ്യിനെ. എന്നാൽ വല തബുസുത്ഹ കുല്ലൽ ബസ്തി, പൂർണ്ണമായി കയ്യിനെ അയച്ചുവിടുകയും വരുത്. അതായത് തത്വദീക്ഷയില്ലാത്ത വാരി വിതറൽ, ചെലവാക്കൽ എന്ന രീതിയും തങ്ങൾക്ക് വേണ്ട. എന്നാൽ അങ്ങനെ ചെയ്താൽ ഇത് രണ്ട് ചെയ്താലും, അതായത് ആവശ്യത്തിനും ചെലവാക്കാതെ പിശുക്ക് കാണിച്ചാലും കാര്യഗൗരവം ചിന്തിക്കാതെ പണം അനാവശ്യമായി ചെലവാക്കിയാലും, നേരത്തെ പറഞ്ഞ തെബ്ദീർ എന്നതിന്റെ പരിധി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് തത്വദീക്ഷയില്ലാതെ വാരിവെതറുക, അങ്ങനെ രണ്ട് ചെയ്താലും തങ്ങൾ ഇരിക്കേണ്ടി വരും മലൂമൻ, ആക്ഷേപാർഹമായ നിലക്ക്. അത് പിശുക്ക് കാണിച്ച ആൾക്കാരെന്ത് ചെയ്യും, എന്തൊരു മനുഷ്യനാണിത് എന്ന് ആക്ഷേപിക്കും. മഹ്സൂറ, ഉള്ളതൊക്കെ ഒരു കണിയും കണക്കുമില്ലാതെ അല്ലെങ്കിൽ ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ വാരിവെതറിയാലോ പിന്നെ ദുഃഖത്തോടെ ഇരിക്കേണ്ടി വരും. കയ്യിലൊന്നും ഇല്ലാതെ വരുമ്പോ അന്ന് അത്രയും ചെലവാക്കണ്ടായിരുന്നു എന്ന തോന്നലൊക്കെ ചിലപ്പോൾ വന്നിട്ട് എന്താവും, നഷ്ടബോധം വരും, അങ്ങനെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് രണ്ട് രീതിയും ശരിയല്ല. അല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ചെലവാക്കുമ്പോ ആവശ്യത്തിന് ചെലവാക്കും, എന്നാൽ ദുർവ്യയമാകില്ല, എന്നാൽ ഒന്നും കൊടുക്കാതെ പിശുക്ക് കാണിച്ച് മാറി നിൽക്കുകയുമില്ല. ഇത് രണ്ടിന്റെയും ഇടയിലുള്ളൊരു മിഡിൽ സ്റ്റേജിലാണ് നമ്മൾ ഉണ്ടാവേണ്ടത് എന്നർത്ഥം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ്, കയ്യിലുള്ളതെല്ലാം കൊടുക്കുക അത് പറ്റൂല എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? ഇപ്പൊ മഹാന്മാരുടെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോ അവരുടെ കയ്യിലുള്ളതെല്ലാം കൊടുത്ത് അവർ വെറും പച്ച ദരിദ്രന്മാരായി സാധുക്കളായി എന്നൊക്കെ ചരിത്രത്തിലുണ്ടല്ലോ. അപ്പൊ അതൊക്കെ തെറ്റാണ് എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം?
അല്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നീട് ഞാനങ്ങനെ കൊടുക്കണ്ടായിരുന്നു എന്നൊരു നഷ്ടബോധം തോന്നുന്ന ആളുകൾ അവര് ചെലവാക്കുമ്പോ എന്ത് ചെയ്യണം, ഒന്ന് കരുതി ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് അവരുടെ ഭാവി കൂടി സേഫാക്കുന്ന ഒരു രീതി സ്വീകരിച്ചിട്ട് വേണം ചെലവാക്കാൻ എന്നാ പറഞ്ഞത്. അതേസമയത്ത് റബ്ബിൽ തവക്കുലാക്കി ഇന്നുണ്ടെങ്കിൽ ആവശ്യക്കാർക്കൊക്കെ കൊടുക്കുക എന്ന് തീരുമാനമെടുത്താലോ, അങ്ങനെ കയ്യിലുള്ളതൊക്കെ സാധുക്കളെ സഹായിച്ചു നല്ല വഴി ചെലവാക്കിയാലോ അവരാക്ഷേപാർഹരോ ആ വിധത്തിലുള്ള ഒരു സംഗതിക്ക് യോഗ്യരോ അല്ല എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, ഇവിടെ നമുക്ക് കാണാം മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ ഇമാം സാബിർ റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ കയ്യിലുള്ളതൊക്കെ ചെലവാക്കരുത് എന്നാലോ വലാത്ത ബുസുദ്ഹ കുല്ലൽ വസ്തി, ഉള്ളതൊക്കെ വാരി വിതറരുത് എന്ന് പറഞ്ഞതിന്റെ ആ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം സാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്തിന് ഒരിക്കലും തന്നെ എന്തല്ല സലഫുസ്സാലിഹീങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ എതിരാണെന്ന് മനസ്സിലാക്കണ്ട. എന്താണ്, അവരവരുടെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവാക്കിയിട്ടോ സാറു ഫുഖറാ, അവര് ദരിദ്രന്മാരായി ഒന്നുമില്ലാത്തവരായി മാറി. കാരണം എന്താ, അവരെ പറ്റിയല്ല ഈ ആയത്തിൽ പറഞ്ഞത്. കാരണം ഇങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നീട് ദുഃഖവും ഖേദമൊക്കെ വന്ന് പഠിച്ചവരെ ഞാനൊക്കെ കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ആ ഒരവസ്ഥയ്ക്ക് എത്തണ്ടെന്നാ പറഞ്ഞത്. അതേസമയത്ത് ആ കൊടുത്തതിൽ അപ്പോഴും 5 കാശില്ലാതിരിക്കുമ്പോഴും സന്തോഷം തന്നെ, അൽഹംദുലില്ലാഹ് ഉണ്ടായപ്പോ എനിക്ക് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യമായിട്ടുള്ള ആ നിലക്ക് ഈമാനിന്റെ ഉയർന്ന അളവിലുള്ളവർക്ക് ഇപ്പറഞ്ഞ നിയമം ബാധകമല്ല എന്നുകൂടി ബഹുമാനപ്പെട്ട ഇമാം സാബിർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ സഹാബത്തിന്റെയൊക്കെ സ്വഭാവമായിട്ട് തന്നെ ഖുർആൻ പറഞ്ഞെന്താ, അൻസാരികളുടെയൊക്കെ യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അല്ലേ, അവർക്ക് അത്യാവശ്യം ഉണ്ടായിട്ടും അവര് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവരെ ആവശ്യം വേണ്ടെന്ന് വെക്കും. പക്ഷെ അവർക്ക് അതിലൊരു ദുഃഖബോധമല്ല, അല്ലെങ്കിൽ ഒരു നഷ്ടബോധമല്ല, എന്റെ കാര്യം കഴിഞ്ഞിട്ട് മതിയായിരുന്നു എന്ന് ചിന്തയില്ല. അവര് നല്ല വഴിയിൽ ചെലവാക്കുന്നതൊന്നും ഈ പറഞ്ഞ ദൂർത്ത് എന്നതിന് പരിധിയിൽ വരുന്നതല്ല എന്ന് മനസ്സിലാക്കണം എന്ന് ചുരുക്കം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന റബ്ബക, നിശ്ചയം തങ്ങളുടെ നാഥനായ അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖദിർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിഭവങ്ങൾ വർദ്ധിപ്പിക്കുകയും വിശാലമാക്കി കൊടുക്കുകയും ചിലർക്ക് അല്ലാഹു കുടുസാക്കുകയും ചെയ്യും. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ, കാരണം അല്ലാഹു തആല അവന്റെ അടിമകളെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനും അവരുടെ അവസ്ഥ കണ്ടറിയുന്നവനുമാണ്, കാണുന്നവനുമാണ്. അതായത് അവൻ ദാരിദ്ര്യം കൊടുക്കുന്നതിലാണോ അവന്റെ ഈമാനികമായ സുരക്ഷിതത്വം, അവന് ധനം കൊടുക്കുന്നതിലാണോ അവന്റെ ഈമാനികമായ സുരക്ഷിതത്വം എന്ന് അല്ലാഹു തആല പരിശോധിക്കും. എന്നിട്ട് ചില ആളുകൾക്ക് അല്ലാഹു തആല ദാരിദ്ര്യം കൊടുക്കും, അവന്റെ ഈമാൻ രക്ഷപ്പെടാൻ അതായിരിക്കും ഫലം. ചിലർക്ക് ധനം കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഈമാൻ രക്ഷപ്പെടുക, അപ്പൊ അല്ലാഹു തആല അത് കൊടുക്കും. ചിലപ്പോൾ പരീക്ഷണാർത്ഥം ചിലർക്ക് ദുനിയാവ് കൊടുത്തിട്ടും ചിലർക്ക് കൊടുക്കാതെയും പരീക്ഷിക്കും. അപ്പൊ ഇവിടൊക്കെ നമ്മളൊരു ബാലൻസ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലാഹു തആല നമുക്ക് സമ്പത്ത് തന്നാൽ ആ സമ്പത്തിലുള്ള ബാധ്യതകളും കടമകളും ഒക്കെ നിർവഹിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവണം. അവകാശികളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ആവശ്യക്കാരെ സഹായിക്കുന്നിടത്ത് നമ്മൾ ഒരിക്കലും തന്നെ പുറകോട്ട് പോകരുത്. എന്നാൽ അനാവശ്യമായ ഒരു പൈസ പോലും ചെലവാക്കുന്ന സ്ഥിതിയും ഉണ്ടാകരുത്. അങ്ങനെ സാമ്പത്തിക അച്ചടക്കം നല്ല രൂപത്തിൽ നിലനിർത്തി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ചെലവാക്കേണ്ടിടത്തൊന്നും പുറകോട്ട് പോകാതെ, എന്നാൽ അനാവശ്യങ്ങളിൽ പണം കൊണ്ടുപോയി തള്ളാതെ, അത്യാവശ്യമല്ലാത്ത ചെലവുകൾ ഇങ്ങനെ വെറുതെ ഉണ്ടാക്കിയിട്ട് മാമൂലുകളുടെ പിന്നാലെയൊക്കെ സഞ്ചരിക്കുന്ന രീതി സ്വീകരിക്കാതെ, അങ്ങനെ കടം കയറി മുടിയാൻ ആവശ്യമായ അവസ്ഥയിലേക്ക് നമ്മുടെ മാമൂലുകളുടെ പുറകെയുള്ള ഓട്ടം കാരണമാകുന്ന സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ വല്ലാത്ത ശൈലികളില്ലാതെ ജീവിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.